LDFന് വളരെ മോശപ്പെട്ട സമയമാണിപ്പോൾ. അങ്ങനെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പിന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ അതിൻ്റെ തുടർചലനങ്ങൾ എങ്ങനെയായിരിക്കും? CPM-നെ എങ്ങനെയാണത് ബാധിക്കുക? അത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഞാനതിന് സീരിയസ് ആയി കരുതുന്നില്ല. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ CPM-ന് ഭയങ്കര എന്താണ് പറയുക, വലിയ രീതിയിലുള്ള ആത്മപരിശോധന നടത്തേണ്ടി വരും. കാരണം ഇത്രയും സംഘടനാ സംവിധാനമുള്ള പാർട്ടി, ഏത് കാലത്തെക്കാട്ട് ശക്തമായിട്ടുള്ള LDF, അതായത് മാണി സാറിൻ്റെ പാർട്ടി, ഈ പറയുന്ന ജലീലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുസ്ലിം വിങ്, പ്ലസ് ലീഗിൻ്റെ അനുഭാവമായ സമീപനം, പിന്നെ ജനതാദളൊക്കെ തിരിച്ചു വന്നു. ഇത്രയും ശക്തമായി പിന്നെ ഒരു കൺഫ്യൂഷൻ പാർട്ടിയിലില്ല. CPI എല്ലാം കൂടി ഒതുങ്ങി ഒരു പൂച്ചേനെ പോലെ മൂലയിലിരിക്കുന്നു. അവരൊരു ശല്യം ഉണ്ടാക്കുന്നില്ല, പണ്ടത്തെ പോലല്ല. അപ്പോൾ ഇത്രയും അനുകൂലമായ സാഹചര്യം വന്നിട്ട് ഇത്രയും പരിതാപകരമായി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. കാരണം അപ്പോഴത്തെ ഒരു പ്രതിപക്ഷമില്ലല്ലോ. BJP ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ അവരിതുവരെ ശക്തരായി വന്നിട്ടില്ല. എന്തെങ്കിലും അവിടെ ഈ പിള്ളേർ വന്ന് കാണിച്ചു കൂട്ടുന്നല്ലാതെ. പിന്നെ എനിക്ക് സേവാഭാരതിക്കാരാണ് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് BJP-ക്കാരെന്ന രീതിയിൽ രംഗത്തുള്ളത്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പനാപ്പനയാണ്. എപ്പോഴെങ്കിലും ഒരു സമരം അവിടെ സ്ഥിരം ശബരിനാഥ്, ഷാഫി ഫാമിലി, വിഷ്ണു, ഈ ടീം ഒരു സമരം അവിടെ ഉണ്ടാക്കുന്നതല്ലാതെ അതും അത്ര എഫക്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസ് ഇല്ല. ഇത്തവണ തിരുവനന്തപുരത്തെ കലക്ഷൻ നമ്മൾ കണ്ടാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ വലിയ വാക്കും നടന്നു. പിന്നെ ശശി തരൂർ അവസാനം പൈസ വയ്ക്കി കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് ആളുകൾ വർക്ക് ചെയ്യാൻ വന്നു. എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ വേണ്ടേ വർക്ക് ചെയ്യാൻ പോകാൻ. വെറുതെ വർക്ക് ചെയ്യാൻ കുറേ പാവങ്ങൾ, MLA MP ചെയ്യാൻ കുറേ ആളുകൾ, MLA MP ആയി കഴിഞ്ഞാൽ ഈ പാവങ്ങളെ മൈൻഡ് ചെയ്യില്ല. ഇതാണ് സത്യത്തിൽ സ്ഥിതി. CPM-ൽ അതല്ല, മൈൻഡ് ചെയ്തതിൽ പണിയാണ്. ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് കമ്മിറ്റിയുടെ ഡിസ്കഷൻ വരും. സംഘത്തിൽ ഈ പ്രശ്നമുണ്ട്, സംഘത്തിൽ ഈ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ആരെങ്കിലും സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഭാവം പോസ് കാണിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. കോൺഗ്രസ്സിൽ അതില്ല. എന്നിട്ട് പോലും ഈ പറയുന്ന പോലെ ഈ ഇലക്ഷനൊരു പിന്നെ മാത്രമല്ല ഇവിടുത്തെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതായാലും കോൺഗ്രസ് മുകളിൽ വരാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലോക്കലി സപ്പോർട്ട് ചെയ്യുന്നത് CPM ആണ്. അപ്പം മുമ്പില്ലാത്ത വിധം അത് ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിലും മുസ്ലിങ്ങളുടെ ഇടയിലാണെങ്കിലും അതിശക്തമായിട്ട് CPM-നോട് അനുഭാവം. അപ്പം പല മണ്ഡലങ്ങളും CPM ജയിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ എടുത്ത് 5000 വോട്ടിനാണ് പല സ്ഥലത്തും തോൽക്കുന്നത്. പിന്നെ വൻ ഭൂരിപക്ഷത്തിൽ അവർ തോൽക്കുന്നതെന്ന് വെച്ചാൽ ഈ അച്ചായന്മാരുടെ മേഖലകളിലൊക്കെയാണ്. അതായത് മാണി സാറിൻ്റെ ടീം ഇപ്പോൾ ഇവരെ കൂടെയാണ്. പിന്നെ വേറെ ഒന്ന് മുസ്ലിം ലീഗ് മേഖലകളിൽ. അവിടെയാണ് ജലീലൊക്കെ ഇതിലുള്ള ഈ പറയുന്നതിൻ്റെ മാതിരി മുസ്ലിം ലീഗിൻ്റെ മിതസമീപനത്തോട് യോജിച്ചു പോകാത്ത ആളുകളെല്ലാം കൂടെ പിടിച്ചിട്ടുണ്ടെന്ന് അവിടെ സപ്പോർട്ട് ചെയ്തു. ജലീൽ സത്യത്തിൽ പണിയെടുക്കുന്നുണ്ട് നന്നായിട്ട്, വോട്ട് ഉയർത്തുന്ന രീതിയിൽ ജലീൽ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സാഹചര്യം വന്നിട്ടും മലപ്പുറത്ത് ജയിക്കാൻ പറ്റിയില്ല. അതെ, പക്ഷേ പൊന്നാനിയൊക്കെ ജയിക്കാൻ പറ്റില്ല. മുസ്ലിംസിനിടെ രണ്ട് പ്രധാനപ്പെട്ട വിഭാഗം, AP വിഭാഗം, EK വിഭാഗം ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥിയാണ് ഹംസ. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ മാത്രമല്ല ഈ സമുദായം RSSകാർക്കും ഇഷ്ടമല്ല. അപ്പോൾ RSSകാരും ചിലപ്പോൾ ടാക്ടിക്കൽ വോട്ടൊക്കെ ചെയ്യും. അതിന് കാരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം എന്നിട്ടും അവിടെ ഒന്നും നല്ല പ്രകടനം കാഴ്ച വെക്കാൻ പറ്റില്ല, ജയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഉണ്ണിത്താൻ ചേട്ടൻ കഴിഞ്ഞ തവണ മുയൽ വീണ് ചക്ക വീണ് മുയൽ കത്തും എന്നൊക്കെ പറഞ്ഞാണ്. ഇത്തവണ പക്ഷെ മൂപ്പര് സജീവമായിട്ട് മണ്ഡലത്തിലുണ്ട്. പക്ഷെ അത് CPM മണ്ഡലമാണ്. നമ്മൾ ആറ്റിങ്ങളെ പറ്റി പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ അവിടെ തന്നെ 1-2 നിയോജക മണ്ഡലം ഉദാഹരണമായിട്ട് പിന്നെ എന്താണ് പറശ്ശിനിക്കടവ് തൃക്കരിപ്പൂരുണ്ട്, പിന്നെ പയ്യന്നൂർ നിയോജക മണ്ഡലം 20,000-30,000 വോട്ടിന് ഭൂരിപക്ഷം. അവിടെ ഈ പലപ്പോഴും ജയിക്കുന്നത് ഇപ്പൊ 4 മണ്ഡലങ്ങളിൽ UDF ലീഡ് ചെയ്യുന്നു, 3 മണ്ഡലങ്ങളിൽ LDF. 3 മതി, ആ 3 മണ്ഡലം കൊണ്ട് ജയിച്ചു പോവാണ്. 3 മതി, ഹ്യൂജ് ഭൂരിപക്ഷം വരും. 30,000-40,000 വോട്ടിന്റെ ലീഡാണ് ഓരോ മണ്ഡലത്തിലും. ലീഗ് ഇപ്പം അവിടെ ലീഡ് ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 4,000-5,000 വോട്ടേ ഉണ്ടാവും. ഇതൊരു സ്ഥലത്ത് തന്നെ 20,000 വോട്ടുണ്ട്, അത് കവർ ചെയ്യും. അപ്പൊ എന്നിട്ട് ഇത്തവണ അവിടെ തോറ്റാൽ അതൊരു ശക്തമായിട്ടുള്ള ഒരു വാണിംഗ്. ബാക്കി 2 പാർട്ടികൾ നമുക്ക് അതായത് UDF ശക്തമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അപ്പോൾ UDF-ൽ യാതൊരു പ്രശ്നവുമില്ല, ഒരു സംഘടനാ സംവിധാനം ഇപ്പോൾ പോകുന്ന പോലെ തന്നെ അങ്ങ് പോകുമോ? UDF-ന്റെ കാര്യം ഇതാണ് കോൺഗ്രസ് ഇതാണ് റിസൾട്ട് എങ്കിൽ UDF-ന് പിന്നെയും ജീവൻ വെക്കും. BJP-ന്റെ തിരുവനന്തപുരത്തെ നേതാവ് എന്നോട് വന്നിട്ട് അതിൽ കട്ടിൽ കിടക്കുന്ന രോഗി ചാവില്ല എന്ന് പറയും. കട്ടിൽ കിടക്കുന്ന രോഗി ചത്താലല്ലേ അങ്ങ് അവിടെ കയറി കിടക്കാൻ പറ്റുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് എത്തിട്ടണമെന്നാണ് അവരാഗ്രഹം. ഞാൻ വിചാരിച്ചത് ഇത്തവണ RSS അതുകൊണ്ട് അവരുടെ A ക്ലാസ് മണ്ഡലം വെച്ചിട്ട് വോട്ട് മാറ്റി ചെയ്യുന്ന RSS BJP ഈ ഇലക്ഷൻ എടുത്തൊരു ഒരു സമീപനം എനിക്ക് ഭയങ്കര നിസ്സംഗമായി തോന്നിയിട്ടുണ്ട്. അപ്പോൾ RSS സുരേഷ് ഗോപിക്ക് വേണ്ടി ശക്തമായി രംഗത്തുണ്ടായിരുന്നു, അതെനിക്കറിയാം. പക്ഷെ പല സ്ഥലത്തും ഈ സംഘം കഴിഞ്ഞത്തെ അവിടെ തന്നെ അത്ര സജീവമായിരുന്നില്ല. അവർക്ക്
ആ കോൽപ്പണം കേസ് വിവാദം വന്നില്ലേ, ആ സംഘത്തിന് ക്ഷീണം, അത് അവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായി മാറി. കാരണം ഇവന്മാരുടെ കൂടെ നടന്നാൽ നമുക്ക് കൂടി ചീത്തപ്പേര് കേൾക്കും എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലത്തും അവർ അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല. അതൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും സംഘത്തിൻ്റെ ഏരിയ പല സ്ഥലത്തും പിന്നെ പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു കിട്ടും, ടേൺ ഔട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഘത്തിന് സാധ്യതയുള്ള ഏരിയ ആണെങ്കിൽ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് അറിയണം ഞാൻ ഏതൊക്കെ സ്ഥലം ഏതൊക്കെ സർവേകളിൽ ഈ പിന്നെ LDFും NDAയും തമ്മിലുള്ള വോട്ട് ശതമാനം 2%. അതൊക്കെ ഇങ്ങനെ സംഭവിക്കും. BJP ഇപ്പോൾ എന്നെ ഒരു BJPൻ്റെ പ്രധാനപ്പെട്ട ഒരാൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിലുള്ള മലയാളി വിളിച്ചിരുന്നു. അയാൾ ഇവിടെ ഉള്ള എല്ലാ കണക്കും കേൾക്കട്ടെ. അങ്ങേര് പറഞ്ഞത് BJP സ്ഥാനാർത്ഥികൾ ഹ്യൂജ് 3 lakh, പലരും 3 lakhിൻ്റെ അടുത്ത് വോട്ട് പിടിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ ഈ വോട്ട് എവിടേക്കും പോയിട്ടുണ്ടാവുക. കോൺഗ്രസ് UDF ജയിക്കുകയും CPMന്റെ ആളുകൾ അല്ല BJPന്റെ ആളുകൾ 3 ലക്ഷത്തിനടുത്ത് വോട്ട് പിടിക്കുകയും ചെയ്താൽ വോട്ട് എവിടെ നിന്ന് പോയി? ആറ്റിങ്ങിൽ നമ്മൾ കണ്ടാണ് ആരെ വോട്ടാണ് കുറഞ്ഞത്. കോൺഗ്രസിന്റെ വോട്ട് അങ്ങനെ തന്നെ വന്നു. നമ്മളെ ബാലകൃഷ്ണൻ സാറല്ലേ, സാറിന് കിട്ടിയ വോട്ട് അങ്ങനെ തന്നെ ഉണ്ട്. ബാലേന്ദ്ര സാറിന് പോയാൽ പറ്റിയ വോട്ടാണ്. അപ്പൊ അതൊരു വിഷയമാണ്. മാത്രമല്ല ഈ ബേസിക്കലി CPM എന്ന് വെച്ചാൽ ഈഴവരുടെ ശക്തരായ ഈഴവ സാന്നിധ്യമുള്ള ഒരു പാർട്ടിയാണ്. ഇപ്പൊ ഈഴവരെ പിടിക്കാൻ വേണ്ടി കുറെ കാലം BJP നടക്കുന്നതാണ്. തുഷാറൊക്കെ നല്ല വോട്ട് പിടിക്കുന്ന ഞാൻ കേട്ടത്. അപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നിന്ന് പോകേണ്ട ആളുകളൊക്കെ ഏതാണ്ട് പോയിട്ടുണ്ട് താഴെത്തട്ടിൽ. ഇനി കോൺഗ്രസ് ഈ അടുത്ത നിയമസഭാ ഇലക്ഷനും കൂടി തോറ്റു കഴിഞ്ഞാലാണ് വലിയൊരു ഒഴുക്ക് BJPയിലേക്ക് ഉണ്ടാവും. അതിപ്പോൾ കോൺഗ്രസ് പ്രധാനമായിട്ടുള്ളത് ഈ പറയുന്ന സമുദായ സംഘടനകളായിട്ട് വളരെ ക്ലോസ് ആയി പ്രവർത്തിക്കുന്ന അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഹിന്ദുസാണ്. അവരാണ് പ്രധാനമായിട്ടും ഉള്ളത്. പിന്നുള്ളത് ഈ ക്രിസ്ത്യൻസ് പക്ക ജനിച്ച ഉടനെ തന്നെ കോൺഗ്രസ് ആവുന്ന ഗർഭത്ത് തന്നെ ഇരിക്കുന്ന കോൺഗ്രസ് ആയിരുന്ന ആളുകൾ. പിന്നെ അങ്ങനെയുള്ള നമ്മളൊക്കെ കുടുംബം പോലെ ദേശീയവാദി മുസ്ലിംസ്. ഈ 2 വിഭാഗം മാറില്ല. അവർക്ക് BJPനോട് എതിർപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ അവർ കോൺഗ്രസിനെ ഉടങ്ങും. കോൺഗ്രസ് അവർക്കൊരു വികാരമാണ്. ഞാനിടയ്ക്ക് അടുത്ത ചോദിക്കാം. വലിയ പ്രതീക്ഷയോടെയാണ് CPI നിന്നത്. 2 സീറ്റെങ്കിലും അവരിവിടെ ജയിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഒരു സ്ഥാനാർത്ഥികളെ നിർത്തിയത്. ഈ തെരഞ്ഞെടുപ്പ് ഫലം CPI എങ്ങനെ ബാധിക്കും? CPI മാവേലിക്കര കിട്ടും. അത് മാത്രമേ സാധ്യത. പിന്നെ അടുത്ത ബൈ ഇലക്ഷൻ നടക്കില്ല, റായ്പൂരിൽ അവര് ജയിക്കുന്ന സമയത്ത് വയനാട്. അപ്പൊ ആനിരാജ് 1.5 ലക്ഷം വോട്ടും തോൽക്കും. ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ബൈ ഇലക്ഷൻ അല്ല, ഈ ഇലക്ഷൻ അല്ല, ഈ ഇലക്ഷന് 3 ലക്ഷം വോട്ടിനുള്ളൂ. ബൈ ഇലക്ഷനിൽ ആന്റിരാജ് തന്നെ ആയിരിക്കും. വെയിറ്റ് ചെയ്തോണ്ട് ആന്റിരാജയ്ക്ക് ഡൽഹിയിൽ ഭയങ്കര സ്വാധീനമാണല്ലോ, അത് വിചാരിച്ചോണ്ട്. പക്ഷെ അത് വിചാരിച്ച് കോൺഗ്രസ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് വിചാരം. അത് നടക്കിയല്ലോ. അവിടെ ലോക്കലായിട്ട് അതിനുള്ള പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും അവിടെ മത്സരിക്കും. ഇനി വേറൊരു കാര്യമുണ്ട്, തിരുവനന്തപുരത്ത് വല്ല കോൺഗ്രസ് നേതാവിനെ അവിടെ കൊണ്ടുവച്ച് മത്സരിച്ചാൽ ചിലപ്പോൾ ആന്റിരാജ് ജയിച്ചും പോകും. അല്ല, സ്വാഭാവികമായിട്ടും ഈ ബൈ ഇലക്ഷൻ വരുവാണെങ്കിൽ ആ സീറ്റിന് വേണ്ടി വലിയ കടുപിടിയായിരിക്കും. നിങ്ങൾക്ക് അറിഞ്ഞൂടായിട്ട് അവിടെ ഷാനവാസ് 2ാമത് മത്സരിച്ചപ്പോൾ CPIക്കാർ മണ്ടത്തരം കാണിച്ചിട്ടാണ്. അവർ ഈ പട്ടാമ്പിയിലൊക്കെ ചെയ്ത പോലെ അന്നൊരു മുസ്ലിം പയ്യൻ അവിടെ പിടിച്ച് നിർത്തിയിരുന്നത്. കുറച്ച് ഇമേജുള്ള മുസ്ലിം പയ്യൻ അവർ ജയിച്ചു പോകുകയായിരുന്നു. കാരണം അന്ന് ജയിച്ചത് 18,000 വോട്ടിനാണ്. അന്ന് ഈ ക്രിസ്ത്യാനികൾക്ക് മേൽക്കൈയുള്ള വയനാട് നിയോജകമണ്ഡലങ്ങളിൽ LDF സത്യം മൊകേരി ലീഡ് ചെയ്തു. ഇത് ഈ മുസ്ലിംസിന് ഭൂരിപക്ഷം മലപ്പുറം ജില്ലയിൽ ആര് ചെയ്തു? ഷാനവാസ് ചെയ്തു. ഈ ഷാനവാസിന്റെ കാലത്ത് ഒരു മുഹമ്മദോ അബ്ദുള്ളയൊക്കെ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു? ഈ പേരിന് മാത്രം കുറെ മുസ്ലിം വോട്ട് പോവുകയായിരുന്നു. യുവാവ് മുസ്ലിം പെമ്പിള്ളേരെ വോട്ടും കിട്ടിയായിരുന്നു. ഇവരവിടെ ഒരു 10-14 വോട്ടും ജയിച്ചു പോവുകയായിരുന്നു. ഈ മണ്ടന്മാർക്ക് അല്ലെ ഒന്നെങ്കിൽ ആരോ ഒതുക്കാൻ വേണ്ടി, അല്ലെ ഈ മണ്ടന്മാർക്ക് ആ സമയത്ത് ഈ ബുദ്ധിയും പോവില്ല. ഇപ്പം മോസിന്റെ കാര്യത്തിൽ ഈ ബുദ്ധി പോയത് ശക്തമായ LDFന്റെ മാത്രമല്ല, JNU സമരം അത് മാത്രമൊന്നുമല്ല, അത് മാത്രമൊന്നും അവർക്ക് പ്രശ്നമൊന്നുമല്ല. ഇതിനെ LDFന്റെ CPMന്റെ ശക്തമായ സമ്മതം ഉണ്ടായിരുന്നു. ജയിക്കണമെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി വേണ്ടേ, ജയിക്കണമെങ്കിൽ ഇങ്ങനെ വല്ലതും ചെയ്യണം തോന്നുന്നു. അല്ലെ തോൽക്കായിരുന്നു. മുഹമ്മദ് ശക്തമായ സ്ഥാനാർത്ഥിയായിരുന്നു, പേരിൽ തന്നെ മുഹമ്മദ് ഉള്ള ആളാ. അപ്പൊ അതുകൊണ്ട് CPI അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു വിളിച്ചാണ്. അങ്ങനെ പോയ പ്രശ്നങ്ങൾ ആ പാർട്ടിക്കുണ്ട്. ഇനി നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ BJP നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കാണിക്കുന്ന പോലെ ശക്തമായ മുന്നേറ്റം കേരളത്തിൽ ഇത്തവണ ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ BJP എങ്ങനെ മാറും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം? BJP കുറച്ചുകൂടി പുതിയ ലീഡർഷിപ്പ് വരും. എനിക്ക് തോന്നുന്നു ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി, രാജീവ് ചന്ദ്രശേഖർ ഇവരുടെ ഇതിൽ പാർട്ടി പോകും. മോഡി, അമിത്ഷാ ഇവരുടെ 2പേരെയും പിന്നിലുണ്ട്. മുരളി തന്നെ ഉണ്ടാവും. പക്ഷെ മുരളിക്കും സുരേന്ദ്രൻ ടീമിന് ആ മുമ്പത്തെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല. വേറെ എമേജ് ചെയ്യാൻ വരാൻ സാധ്യത ഉള്ളത് ഈ സന്ദീപ് സ്ക്വയർ ഉണ്ടല്ലോ, സന്ദീപ് വാര്യര്, ശോഭാ സുരേന്ദ്രൻ, ഈ ടീം എമേജ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നിങ്ങളിവിടെ ചർച്ച ചെയ്ത വയ്യല്ലേ ഗൂഗിള്, ഇങ്ങനെ ഒരു യങ് ടീം. പിന്നെ അവർ സേവാഭാരതിയിൽ നിന്ന് പോയാൽ നല്ല സ്ത്രീകളും വരാൻ സാധ്യതയുണ്ട്.